ടോക്കീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സഞ്ചാരം കോമഡി എന്ന പ്രോഗ്രാം ചെയ്ത് വൈറലായ ഒരാളുണ്ട്, അലക്സ് ചേട്ടൻ. അലക്സ് ചേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലോക്ക്ഡൌൺ കാലഘട്ടം എന്നെ ഉട്ടാ പുട്ടാവ എന്ന ഗോത്രവർഗക്കാരെ പോലെ മാറ്റിയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആ അശരീരി ശ്രദ്ധിച്ചത്. അതെ, ലോക്ക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അലക്സ് ചേട്ടനെ കണ്ടുപിടിക്കണ്ടേ? ഇവിടെ അടുത്തൊരു കടയുണ്ട് പുള്ളിയുടെ, അവിടെ പോയി നോക്കാം പുള്ളിക്കാരൻ അവിടെ ഉണ്ടോന്ന്. ഓക്കെ, ഹലോ. എന്താ അലക്സ് ചേട്ടന്റെ കടയല്ലേ? അതെ, അലക്സിന്റെ കട. ഉണ്ടോ പുള്ളിക്കാരൻ? അയ്യോ, പുള്ളി ഇവിടെ ഇല്ല, പുറത്തു പോയി. എന്താ കാര്യം? ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ. അയ്യോ, പുള്ളിക്ക് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്, അപ്പൊ അങ്ങനെ പുറത്തു പോയിരിക്കുകയാണ്. അയ്യോ, അപ്പൊ പ്രോഗ്രാം എങ്ങനെ ചെയ്യുന്നു? അയ്യോ, അത് കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം ഇൻസ്റ്റഗ്രാമില് പ്രമുഖനാണ്. അപ്പം എന്റെ ഇന്റർവ്യൂ മതി. പേരെങ്ങനാ? ആം സൂപ്പർ ഹീറോ എന്നാണ്. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യം നമുക്ക് അലക്സിന്റെ എടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. പുള്ളി വിളിച്ചാലാണെങ്കിൽ കിട്ടത്തില്ല, ഫോണ് ഫുള്ള് റബ്ബർ ബാൻഡാണ്, അതൊന്നും റേഞ്ചും പിടിക്കത്തില്ല. അങ്ങനത്തെ ഫോണാണോ യൂസ് ചെയ്യുന്നത്? പുള്ളി ഇച്ചിരി പഴഞ്ചനാണ്, അങ്ങനെ വലിയ ഫോണൊന്നും യൂസ് ചെയ്യാറില്ല. അത്യാവശ്യമായിരുന്നു, എന്ത് ചെയ്യും? ഒന്ന് കാണാൻ പറ്റും. അത്രയ്ക്ക് അത്യാവശ്യം. പുള്ളി ഇപ്പൊ ചർച്ചയിൽ കാണും. ചർച്ച്, ഹോളി ക്രോസ് ചർച്ച് അല്ലേ? അത് തന്നെ. അതെനിക്കറിയാം. അയ്യോ, അതല്ല, അതിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാ. നോക്ക് വഴി തെറ്റി, ഞാൻ പറഞ്ഞു തരാം. സൂക്ഷിച്ചിറങ്ങണേ. വണ്ടിയുടെ മോഡൽ അങ്ങനെ. എന്റെ മാമനായോണ്ട് പറയുന്നതല്ല, പുള്ളിക്കാരന്റെ വൈഫ് കാനഡയിലാണേ. അലക്സ്. അല്ല, അത് നിങ്ങൾക്ക് ചേട്ടനും എനിക്ക് മാമനുമാണേ. പുള്ളിക്കാരന്റെ വൈഫ് ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു ആവേശം കാണിക്കും, കാര്യാക്കണ്ട. പേരെന്തായിരുന്നു? എന്റെ പേര് ലക്ഷ്മി ദേവൻ. താൻ സെന്റ് മേരീസിലാണല്ലേ പഠിച്ചേ? അല്ലല്ലോ, നവജീവനിലായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ ഞാൻ അബ്രോഡ് പഠിച്ചു. അതേ സ്കൂളായിരുന്നു? അല്ല, എൻ്റെ കൂടെ പഠിച്ച ശ്രീദേവിയുടെ അതേ കട്ട് തനിക്ക്. ബൈ ദ ബൈ, ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചിലറാണേ. അതിനൊന്നുമില്ല. അതോ നിൽക്കുന്നതാണ് വികാരി അച്ഛനെ. ഇല്ല, ഞാൻ വരുന്നില്ല. എന്നെ കണ്ട് എപ്പോഴും കുമ്പസരിക്കാൻ പറയും. അല്ല, ഞാൻ തെറ്റൊന്നും ചെയ്യാറില്ല, ഞാൻ കുമ്പസരിക്കാറില്ല. പിന്നെ എൻ്റെ മാമൻ, പുള്ളിക്കാരനാണെങ്കിൽ ഡെയിലി കുമ്പസാരാണ്. അച്ഛൻ്റെ ചെവി വരെ അടിച്ചു പോകും. പോയാ? നമസ്കാരം അച്ചോ. സുഖമായിരിക്കുന്നു അച്ചോ. ഞാനിവിടെ അലക്സ് ചേട്ടനെ തേടി വന്നതാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അലക്സ് ചേട്ടനെ. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ, കാരണം ഇവിടെ പള്ളിയിലൊക്കെ വന്നിട്ട് ഇപ്പൊ പോയോ എന്ന് എനിക്കറിയില്ല. ആണോ? ഉണ്ട്, നല്ല പ്രോമിസിങ് ആർട്ടിസ്റ്റാണ്. അതെ അതെ. ഇത് മുട്ടട ഹോളി ക്രോസ് പള്ളിയിലെ ഇടവക വികാരി ദേവസി അച്ഛനാണ്. അലക്സ് ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ടൊരു അച്ഛനാണ്. ഒരുപാട് വീഡിയോസിൽ അച്ഛനെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ടല്ലോ നമ്മുടെ അലക്സ് ചേട്ടന്. എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അത് പുതിയതായിട്ട് വളർന്നു വരുന്ന ഒരു കലാകാരനാണ്. ഒരുപാട് വൈറലായ കുറേ അച്ഛനിപ്പോൾ സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാവരും ഭയങ്കര അപ്ഡേറ്റഡ് ആണ് അതിൽ, അല്ലേ? അപ്പോൾ എന്താണ് അലക്സ് ചെറുപ്പകാലം തൊട്ട് എനിക്കറിയാം. കൊച്ചുവേളത്തോട്ട് അവനിവിടെ വളർന്നു വന്നിട്ട് എല്ലാ കാര്യത്തിനും എപ്പോഴും മുൻപന്തിയിൽ വന്നുകൊണ്ടിരിക്കുന്ന, കുറച്ച് ഷൈ ആണെങ്കിലും എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അലക്സ്. നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും, പറയുന്ന കാര്യങ്ങൾ എപ്പോഴും വളരെ വിശ്വസ്തയോടുകൂടി ചെയ്യുന്നയാളാണ്. ഇവിടെ വളർന്നു വന്നിട്ട് സൺഡേ സ്കൂളിലും പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും വളരെ ഓണസ്റ്റ് പേഴ്സണാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പം ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ എന്നെപ്പറ്റി തന്നെയാണ് ചെയ്തത് അലക്സ്. എൻ്റെ സിൽവർ ജൂബിലിക്ക് ഒരു ചെറിയ ഒരു വീഡിയോ ചെയ്തു, അതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ആരെയും വെറുപ്പിക്കാതെ വിദ്വേഷപ്പെടുത്താതെ ജനങ്ങളുടെ കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ഞാൻ തന്നെയാണ് അതിനൊരു അടിസ്ഥാനം ഇട്ടുകൊടുത്തത്. പക്ഷേ ബാക്കി സാങ്കേതികമായിട്ടൊക്കെ അദ്ദേഹം തന്നെ നേടിയെടുത്തതാണ്. അപ്പം അലക്സിന് നല്ല ഒരു ഭാവി ഞാൻ ആശംസിക്കുകയാണ്. നന്നായിട്ട് വരട്ടെ, മിടുക്കനായിട്ട് വരട്ടെ. ഉറപ്പായിട്ടും അച്ഛൻ്റെ ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾ കാണുന്നത്. അച്ഛൻ മാത്രമല്ല, ഈ ഒരു ഇടവകയിൽ എല്ലാവരും ചോദിക്കുന്നവർക്കൊക്കെ ഒരു കണ്ണിലുണ്ണി എന്ന് വേണമെങ്കിൽ പറയാം അലക്സ് ചേട്ടൻ എന്ന് പറയാം. തീർച്ചയായിട്ടും. പുള്ളി ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല, അതാണ് ഞാൻ തേടി നടക്കുന്നത്. എവിടെയെങ്കിലും കാണും. അതെ, ഓക്കെ, താങ്ക് യു അച്ചു. താങ്ക് യു. ഇല്ല, ഉറങ്ങുന്നില്ല, ഞാൻ വിശ്രമിക്കായിരുന്നു. പുള്ളിക്കാരനെ കണ്ടായിരുന്നു? ഇല്ല, അച്ഛനോട് ചോദിച്ചിട്ടും കണ്ടില്ലെന്ന് പറഞ്ഞു. ആണോ? അയ്യോ,
ആ ദോ നിൽക്കുന്ന ടീച്ചറിനെ കണ്ടോ? പുള്ളിക്കാരത്ത് പോയി അലക്സേട്ടൻ്റെ മുഴുവൻ കാര്യം അറിയും. കുറേ ചൂരനടിച്ചാർ ജീജ ടീച്ചർ. വരുന്നില്ലേ? അതിലെ എന്നെ കണ്ട ഉപദേശിച്ചളയും. പോയിട്ട് വന്നാൽ മതി, ഇവിടെ വിശ്രമിക്കാം. ഹായ്, നമസ്കാരം. ജീജ ടീച്ചർ അല്ലേ? അതെ. അലക്സേട്ടനെ തേടി വന്നതാണ്. അയ്യോ, ഞങ്ങളുടെ കുഞ്ഞിനെയോ? ഇവിടെ എവിടെയുണ്ട്? എവിടെയെങ്കിലും കാണും അല്ലേ? ഇത് ജീജ ടീച്ചറാണ്. നമ്മുടെ ഇടവകയിലെ സൺഡേ സ്കൂൾ അധ്യാപികയാണ്. പിന്നെ KC YM ആനിമേറ്ററാണ്. അതുകൂടാതെ ജീജ ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പുതിയതായിട്ട് വരുന്ന ഒരുപാട് ടാലൻസിന് ഭയങ്കര സപ്പോർട്ടാണ്. കലാപരമായ ആക്ടിവിറ്റീസിനൊക്കെ എന്താ പറയുക, ഒരു ബാക്ക് ബോൺ നൽകുന്ന ഒരാളാണ് ജീജ ടീച്ചർ. അപ്പോൾ അലക്സേട്ടനുമായിട്ട് ആ ഒരു ആത്മബന്ധം ഞാൻ കേട്ടു, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സിങ്ക് ഈ ഒരു ആക്ടിവിറ്റീസിലൊക്കെ. അപ്പോൾ എങ്ങനെയാണ് പുള്ളിയുടെ ഈ ഒരു കലാരംഗത്തെ വളർച്ച എങ്ങനെയാണ്? ഏകദേശം ഞാനൊരു 25-26 വർഷം കൊണ്ട് അലക്സും ഞാനുമായിട്ടൊരു അടുപ്പമുണ്ട്. ആദ്യം പറയേണ്ട, ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നല്ല ഒബീഡിയൻ്റ് മുതിർന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ കൺസിഡറേഷൻ കൊടുത്ത് ഒരു പെരുമാറുന്ന ഒരു വ്യക്തിത്വമാണ് ആ കുട്ടിക്കുള്ളത്. ഈ ഇടവകയുടെ എന്താ ഒരു തുരുമ്പിലോടും ഒരു ഇലയോട് ചോദിച്ചാലും അലക്സിനെ കുറിച്ച് പറയാവുന്നതേ ഉള്ളൂ. കാരണം അത്രയ്ക്കും അവൻ ഈ ഇടവകയുമായിട്ട് ഇഴുകിച്ചേർന്ന് ഓരോന്നിലും, അത് ഏത് മേഖലയിലെന്നില്ല, അവന് സൺഡേ സ്കൂളിൻ്റെ ആയാലും മറ്റ് ആർട്ടിൻ്റെ ആയാലും പള്ളിയുടെ യൂത്തിൻ്റെ ആയാലും അത് വേണ്ട നമ്മുടെ ഓൾട്ടറിൻ്റെ ആയാലും എല്ലാം ഏത് മേഖലയിലായാലും അവൻ്റെ കരങ്ങൾ പോയി വളർന്നതാണ്. അത്രയ്ക്ക് നല്ല കുട്ടിയാണ്. അതെ, ഇവിടെ ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പോൾ അവൻ്റെ വളർച്ച ഞാൻ ഒരുപാട് കണ്ടതാണ്. കാരണം അവൻ്റെ വിനയമായിരിക്കും ചിലപ്പോൾ ഈ ദൈവം വിനയമുള്ളിടത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് കാര്യത്തിൽ അവനൊരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഏരിയയിലോട്ട് നോക്കണ്ട, അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലാക്കി അത് തരുന്ന ഒരു കുട്ടി. അതെനിക്കൊന്ന് ഈ ഇടവകയിൽ അങ്ങനെ എണ്ണപ്പെട്ടതിൽ ഏറ്റവും മിടുക്കൻ അവനാണ്. അത്രയ്ക്ക് നല്ല കുട്ടിയാണ്. ഒരു ഫാമിലി ജീവിതവും അതെ, നല്ലൊരു കുട്ടിയാണ് അവൾക്ക് കിട്ടിയതും. നന്നായിട്ട് പോകണുണ്ട്. ഞങ്ങളൊക്കെ കാണുന്ന ഒരു മാതൃക തന്നെയാണ് അവൻ ചെയ്യുന്നത്, ഏത് തരത്തിലായാലും. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്കും പുള്ളി കൊണ്ട് പെട്ടെന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ടീച്ചറെ. എന്തായി? ഒന്നും ആയില്ല, ടീച്ചറിന് അറിയില്ല. നീരുത് എവിടെ പോയി കിടക്കണം? ദോ പോണ മുട്ടത്തലേനെ കണ്ട? അങ്ങേരെ എവിടെ ഉണ്ടോ അവിടെ കാണും. അങ്ങോട്ടൊന്ന് പോയാലോ? അണ്ണാ, ഇതാണ് നമ്മളെ ജെറിൻ ചേട്ടൻ, അലക്സ് ചേട്ടന്റെ ഉറ്റ സുഹൃത്ത്. എല്ലാ കള്ളത്തിനും അറിയാം. അത് പറഞ്ഞു കൊടുത്താണല്ല. ആണോ? നമ്മൾ അലക്സാണ്ടർ ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണ്. അപ്പൊ ചേട്ടന് എന്തൊക്കെ അറിയുന്ന അലക്സാണ്ടറിനെ പറ്റി ഒന്ന് പറഞ്ഞേ കൊള്ളായിരുന്നു, കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട്. എല്ലാം പറഞ്ഞൂടെ ചേട്ടാ? അലക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞുനാളിലെ മുതലേ അലക്സിനെ അറിയാം. നമ്മുടെ ഈ പള്ളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതിലേ മുതൽ തന്നെ ഈ കലാപരമായ എല്ലാ കാര്യത്തിലും പുള്ളി വളരെ മുൻപിലാണ്. പിന്നെ വളർന്നു വരുന്ന നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് പുള്ളി ഒരു പ്രചോദനമാണ്. പല കാര്യങ്ങളും ഇവിടെ തന്നെയുള്ള കുട്ടികളുടെ കാര്യത്തിലായിരുന്നാലും എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നതിനെല്ലാം വളരെയധികം പുള്ളി സഹായിച്ചിട്ടുണ്ട്. ഇത് ചേട്ടൻ പിള്ളേർക്ക് വേണ്ടി മേടിച്ചോണ്ട് ഇത് ഇഷ്ടം തന്നെയാണ് കേട്ടോ. നമ്മൾ കണ്ടില്ലല്ലേ, അതിനിടയ്ക്ക് അടിച്ചു മാറ്റി. അത് കുഴപ്പമില്ല, സ്വാഭാവികം. ഇതൊക്കെ വേണം പറയാനുള്ള മതിയല്ലേ? ചേട്ടൻ ഇച്ചിരി നാണമുള്ള കൂട്ടത്തിലാണ്. നമുക്ക് വേറെ കുറച്ച് പേരെടുത്ത് ചോദിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാൻ. ശരി, ചോദിക്കല്ലേ, ഞാൻ തരൂലേ? അലക്സ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെ കണ്ടായിരുന്നു. ഞങ്ങളൊരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത് അലക്സ് ചേട്ടൻ്റെ. ഇത് നമ്മുടെ മുട്ടട ഹോളി ക്രോസ് ചർച്ചിലെ
കൊയറിന് നേതൃത്വം നൽകുന്ന ചേട്ടനാണ്. ജോബ് എന്നാണ് പേര്. ഒരു കൊയർ മാസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ. അലക്സേട്ടനുമായിട്ട് കുറേ വർഷത്തെ ബന്ധമാണ്. ഇവർ തമ്മിലുള്ള ആത്മബന്ധമൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ അലക്സേട്ടനെ കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഈ ഒരു ഇത്രയും നാളത്തെ ആ ഒരു കലാജീവിതം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണല്ലോ അലക്സേട്ടൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അലക്സുമായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട ചില കാര്യം, ഒന്ന് ഈ നമ്മുടെ ഇടവക പള്ളിയെക്കുറിച്ച് ഒരു സഞ്ചാരം പോലൊരു സംഗതി ചെയ്തായിരുന്നു. അതായത് പുള്ളി ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് അതിലും മനോഹരമായിട്ട് ഇപ്പോൾ വേറെ ഒന്നും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് കാണുമ്പോൾ പുള്ളിയുടെ ആ ഒരു കഴിവ്, ഈ മേഖലയിൽ പുള്ളിയുടെ പ്രവർത്തനവും പുള്ളിയുടെ കഴിവും നമുക്ക് എനിക്ക് തോന്നുന്നു അതിനോളം ഈ ഇടവക പള്ളിയിൽ അതേ ഒരു ലെവലിൽ ചെയ്യുന്ന വേറെ ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഈ മിമിക് ചെയ്യുന്നത്, വേറെയുള്ള സൗണ്ട് അനുകരിക്കുന്നത് മുമ്പേ ഉണ്ടായിരുന്നതാണോ അത് ഇപ്പോൾ ഈ ഒരു സഞ്ചാരത്തിൽ? അത് ശരിക്കും അത് അലക്സാണ് ചെയ്തതെന്നുള്ളത് പോലും എനിക്കറിയത്തില്ലായിരുന്നു ആദ്യം. അപ്പോൾ അത് ശരിക്കും നമ്മൾ അല്ലാതെ സഞ്ചാരത്തിൽ കേൾക്കുന്ന ആ ഒരു ഇതായിരുന്നു. പക്ഷേ അതിന്ന് ഇത് മിമിക് ചെയ്ത് അലക്സാണ് അത് ചെയ്യണമെന്ന് ഇപ്പോഴ് അടുത്ത കാലത്ത് അലക്സ് ഏതോ ഒരു ഇതിനകത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് ഡബ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്ന കാര്യം. അങ്ങനെ ചെയ്യുമെന്നൊന്നും ശരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വനമേഖല സിറ്റിയിൽ നിന്ന് കുറച്ചകലെയായതിനാൽ ട്രക്കിങ്ങിനുള്ള സംവിധാനവും സർക്കാർ കാൽനടപാതകളിൽ ഒരുക്കിയിട്ടുണ്ട്. അലക്സിന് ഈ മിക്സറും അതുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ അലക്സ് ഇടയ്ക്ക് വരും. നേരത്തെയൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു. ഇപ്പം പുള്ളിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുമായിട്ട് മിക്സർ ഓപ്പറേഷൻ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, സൗണ്ട്, ഇതെല്ലാം പുള്ളിക്ക് നന്നായിട്ട് അറിയാം. എല്ലാത്തിനകത്ത് എല്ലാ മേഖലയിലും പുള്ളിയുണ്ട്. നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഈ അൽത്താര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം അലക്സിൻ്റെ സെറ്റിങ്സാണ് ആ അകത്ത് പുറത്തൊക്കെ വെച്ചേക്കണൊക്കെ. അലക്സാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇതിനകത്ത് മാത്രമേ, ഈ റൂമിനകത്ത് മാത്രമേ ഞങ്ങളുടെ മേഖലയുള്ളൂ. മറ്റേത് ഈ പുറത്ത് കാണുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം അലക്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞത് പുള്ളിയുടെ എല്ലാ മേഖലയിലും പുള്ളിയെ കഴിവ് നല്ല രീതിയിൽ തെളിയിക്കുന്നൊരു വ്യക്തിയാണ്. നല്ല അനുഭവമാണ് പുള്ളിയുമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കൊറോണ കാലഘട്ടത്തിൽ ഇവിടെ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആർക്കും എല്ലാവരും വേണ്ടിയിരിക്കുക. ഞങ്ങൾ അലക്സാണ് അതിനകത്ത് പ്രധാന താരം. പുള്ളി വന്ന് ഞങ്ങൾ കൊയർ നടത്തും. പുള്ളി വന്ന് കുർബാനയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും അതിന് ഷൂട്ടായാലും എന്തായാലും പുള്ളി തന്നെയാണ് നേതൃത്വം നൽകി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അലക്സാണ് അതിൻ്റെ മുൻപന്തി. അലക്സാണ് നമ്മളെ അറേഞ്ച് ചെയ്യുന്നത്. വിളിച്ച് പറയും ചേട്ടാ സൗകര്യം ഉണ്ടോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പം ഇനിയും വീണ്ടും ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ തന്നെ ആയിരിക്കാം. അറിയില്ല. ഹലോ, നിങ്ങൾക്ക് അലക്സേട്ടനെ അറിയാവോ? നിങ്ങളുടെ ചങ്കാണോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നോക്കാം. നമ്മുടെ അലക്സേട്ടൻ കണ്ടായിരുന്നോ? അങ്ങോട്ട് പോയല്ലേ? നിങ്ങൾ അലക്സിന്റെ ഫ്രണ്ട്സ് ആണോ? എന്താ പേരെന്താ? ദിലീപ് അല്ലേ? അപ്പൊ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, അവിടെ ഉണ്ടോ നോക്കാം. ഹായ് മോളു. ചേച്ചി എടുത്ത് വെച്ചാൽ പറഞ്ഞു. ഹായ്, നമ്മുടെ അലക്സേട്ടൻ കണ്ടായിരുന്നോ? ആണോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ താഴോട്ട് പോയല്ലേ? പോയി നോക്കട്ടെ. ശരി, താങ്ക് യു. പുള്ളിക്കായിട്ട് ചോദിച്ചാൽ മതി. നമ്മുടെ അലക്സേട്ടനെ കണ്ടായിരുന്നോ? അലക്സേട്ടൻ പള്ളിമേടയിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ചേച്ചി എടുത്ത് വെച്ചാൽ പറഞ്ഞു. ചേച്ചി, നമ്മുടെ അലക്സേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അലക്സ് ഇപ്പൊ ഇങ്ങോട്ട് പോയതേ ഉള്ളൂ. ആണോ? സൺഡേ ക്ലാസ് അവിടെ ഉണ്ട് കേട്ടോ. ആണോ? അവിടെ കാണാം. പുള്ളിക്കാരൻ്റെ ചോദിച്ചാൽ മനസ്സിലാവും. നമ്മുടെ അലക്സേട്ടൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ടും പോയിട്ടുണ്ടോ? പുള്ളിക്കാരനെ കണ്ടാൽ മതി. അലക്സേട്ടനെ കണ്ടായിരുന്നോ? അലക്സ് ഗ്രൗണ്ടിലോട്ട് പോയെന്നാണ് തോന്നുന്നത്. ആണോ? ഓക്കെ, ശരി ശരി, താങ്ക് യു. കപ്പിയടുത്ത് ചോദിച്ചാൽ മതി. അവിടെ ചോദിച്ചാൽ മതി. ഈ കളിക്ക് ഞാനില്ല, ഞാൻ വീട്ടിൽ പോവാം. അതെ, അത് നിൽക്കണേ. അതെ, ഇയാളല്ലേ രാവിലെ പോലെ അലക്സേട്ടൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ചുറ്റിക്കുന്നേ. ഞാൻ എന്ത് ചെയ്യാനാ? പുള്ളിക്കാരൻ ഭയങ്കര ബിസിയല്ലേ. പുള്ളിക്കാരൻ ഉള്ളിടത്തല്ലേ ഞാൻ കൊണ്ടുപോയത്. ഇപ്പൊ എവിടെയാ? ഇതോ നിൽക്കുന്ന ആളെ കണ്ടാ? ഇതൊന്ന് ശരിയാക്കിയിട്ട് വേണം കുളു മണാലി സഞ്ചാരം ചെയ്യാൻ. അയാളാണ് സ്പൾബർ. ഓ, മറ്റേ സഞ്ചാരം കോമഡി സ്പൾബർ. അയാളൊക്കെ ഫേമസ് ആയ? എങ്കിൽ അയാളുള്ളടത്ത് മാമൻ കാണും. വാ. ശരിയാ. അലക്സേട്ടാ, അലക്സേ എന്താ ഇങ്ങോട്ട് നോക്കിയാണ്. ഇവന്റെ കല്യാണം കഴിഞ്ഞാടേ? കഴിഞ്ഞ ഇവൻ ആരുടെ പെണ്ണ് കൊടുത്തത്? വാ നോക്കാം. അങ്ങനെ വരാൻ എന്റെ മാമ, ഞാൻ നിങ്ങൾ എവിടെയൊക്കെ തിരക്കിയെന്നറിയാമോ? എന്തിന്? ഈ കാര്യം ഒന്ന് പറയേ. എടാ, നിന്റെ എല്ലാ കാര്യം കഴിഞ്ഞ ശേഷം അവസാനമാണ് നീ മാമനെ തിരക്കി പറഞ്ഞല്ലേ? അല്ല ചേട്ടാ. അയ്യോ മോളെ, ചേട്ടനല്ല. ഇവ എന്റെ മരുമോനാവുമ്പോ ഇയാൾ എന്റെ മരുമോള്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മാമൻ. മാമനോ? ഓ, നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ? കല്യാണോ? അയ്യേ, ഈ പൊട്ടൻ ആരാ കെട്ടാൻ പോണേ? എടാ, ഞാൻ പറഞ്ഞില്ലേ ഇവൻ ആരെങ്കിലും പെണ്ണ് കൊടുക്കൂടാ. ചേട്ടാ, ഞാൻ ചേട്ടനോട് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. അതാണ് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. വാ. ചേട്ടാ, ഈ
പള്ളി മുഴുവൻ ഞാനിന്ന് ചുറ്റി ചേട്ടൻ അന്വേഷിച്ചിട്ട്. ഇവിടെ ചോദിക്കാൻ ഒരു മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ കാക്കയുടെ അടുത്ത് ചോദിച്ചില്ല. ആ പൊട്ടനുണ്ടല്ലോ അവൻ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി. എന്നാലും പോട്ടെ. പക്ഷെ ചേട്ടനെ കുറിച്ച് കുറെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടി. ഒരുപാട് പേര് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഈ മുട്ടട പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബം പോലെ തന്നെയാണ്. ഞാൻ കലാപരമായിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തും അത് കോർഡിനേറ്റ് ചെയ്തും ഒക്കെയാണ്. ഇവിടുത്തെ വൈദികരിൽ നിന്നും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും ചേട്ടന്മാരിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ കിട്ടിയ പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ കൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരവസരം കിട്ടിയത് തന്നെ. നമുക്കിനി നമ്മുടെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാം. സഞ്ചാരം കോമഡി എന്ന് പറഞ്ഞ വീഡിയോ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ആ ഒരു പ്രോഗ്രാം. ഞാൻ തന്നെ ഇപ്പൊ ലോക്ക്ഡൌൺ കാലത്താണ് തോന്നുന്നു ഞാൻ കണ്ടപ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ആ ഒരു പ്രോഗ്രാം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ റയാൻ ഫിലിംസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ആ ഒരു പ്രോഗ്രാം. അതെന്ന് റയാൻ ഫിലിംസ് റയാൻ എന്ന പേര് എൻ്റെ മകൻ്റെ പേരാണ്. ഈ ലോക്ക്ഡൗൺ സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാർ ഫോം ചെയ്തതല്ല. അപ്പോൾ അതേപോലെ ലോക്ക്ഡൗൺ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ നേരത്തെ ഉണ്ടായിരുന്നു, വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളും ഇപ്പം എന്നെ കണ്ടില്ലേ മരുമോൻ, അവനും എല്ലാവരും ചേർന്നൊരു ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ചെറിയ രീതിയിലുള്ള കോമഡി സീക്വൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു മാസ്ക്, അതായത് 2 മാസ്കുകൾ തമ്മിൽ ഒരു അവർ അയയിൽ കിടക്കുന്ന 2 മാസ്കുകൾ തമ്മിലുള്ള ഒരു സംസാരം, അതായിരുന്നു ആദ്യം വൈറലായ ഒരു വീഡിയോ. അതെ അതെ അതെ. അപ്പോൾ മാസ്ക് ഒരു അയയിലെ കഥയെന്നായിരുന്നു ആ സബ്ജക്റ്റ്. അത് ഇതുപോലെ വൈറലായി ന്യൂസിലെല്ലാം വന്നായിരുന്നു. അതിനൊക്കെ ശേഷം ഒരു സഞ്ചാരം ചെയ്തു. അതായത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയ സമയത്ത് ഒരു വീട്ടിലകപ്പെട്ടു പോയ വ്യക്തി എണീക്കുന്നത് മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു സഞ്ചാരം ചെയ്തു. അത് ഈ സഞ്ചാരത്തിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ച് ചെയ്തതാണ്. അത് ഭയങ്കര വൈറലായി. അപ്പോൾ ആ സമയത്ത് എല്ലാവരും അഭിപ്രായം പറഞ്ഞു ഈ ലോക്ക്ഡൗണിന് ശേഷം ഒരു സഞ്ചാരം, അതായത് പുറത്തിറങ്ങി ഒരു സഞ്ചാരം ചെയ്യണമെന്നൊരു അഭിപ്രായം എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാനത് എഴുതി പുറത്ത് പോയി ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയയിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സംഭവം കിട്ടിയില്ല. പിന്നീട് എൻ്റെ സുഹൃത്ത് ദിലീപ് എന്നാണ് പുള്ളിയുടെ പേര്. ദിലീപ് ഈ പറഞ്ഞ 2ാമത്തെ പാർട്ടിൽ സ്പൾബർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, എൻ്റെ സാരഥിയായിട്ട് എന്നെ കൊണ്ടുപോകുന്ന കഥാപാത്രമാണ് ദിലീപ്. പുള്ളി ആണ് ഈ ക്യാമറ ഷൂട്ട് ചെയ്തത്. ക്യാമറ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ക്യാമറ അല്ല, മൊബൈലിലാണ് ഷൂട്ട് ചെയ്തത്. അതെ അതെ അതെ. സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതേ പറ്റത്തുള്ളൂ ഷൂട്ട് ചെയ്യാൻ. അപ്പം അതിൽ ഷൂട്ട് ചെയ്തിട്ട് അത് കണ്ടിട്ട് ആ വിഷ്വൽ വെച്ചിട്ടാണ് എഴുതിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ാമത്തെ പാർട്ട് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനം തന്നത് എൻ്റെ വൈഫ് തന്നെയാണ്, റീജ. അവളാണ് എനിക്ക് ഇത് ചെയ്യണമെന്നുള്ള ആദ്യം ഇത് തന്നത്. പിന്നെ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ 2ാമത്തെ വീഡിയോ ചെയ്തു, അപ്ലോഡ് ചെയ്തു. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ട് വൈറലായി. അത് വൈറലാവാനുള്ള കാരണം ഇപ്പോഴത്തെ സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ അവസ്ഥയെല്ലാം ആയത് കൊണ്ടായിരിക്കാം ഇഷ്ടപ്പെട്ടു. പിന്നെ സഞ്ചാരത്തിന്റെ അതേ പാറ്റേൺ എടുത്തുകൊണ്ട് ആൾക്കാർ കൂടുതൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടു എന്നാണ്. അങ്ങനെയാണ് ഈ റയാൻ ഫിലിംസിന്റെ ഒരു യാത്ര. അതെ, അത് നമുക്ക് യൂട്യൂബ് ചാനലിൽ വളരെ കുറവാണ്. മറ്റ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകൾ, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഒരുപാട് ഷെയർ ആയി പോകും. അതെ അതെ. സഞ്ചാരം എന്ന പ്രോഗ്രാമിനെ ആസ്പദമാക്കിയാണല്ലോ ഈ ഒരു അതിനെ കോമഡി വൽക്കരിച്ച് ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയത്. അപ്പോൾ സഞ്ചാരം എന്ന പരിപാടി എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം എടുക്കാനുണ്ടായ കാരണം, ഈ ഒരു കൺസെപ്റ്റ് എടുക്കാനുണ്ടായ കാരണം, അതിന് പിന്നിൽ എന്തുമാത്രം ഇഫോർട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്, അതൊക്കെ അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും ഈ സഞ്ചാരം എന്ന ആശയം വരാൻ കാരണം ഇതെന്റെ ഇടവ പള്ളിയാണ്. ഞാൻ ഇവിടുന്ന് കുഞ്ഞുനാളിൽ സൺഡേ സ്കൂൾ പഠിച്ചിട്ട് നേരെ വീട്ടിലെത്തുമ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് കാണുന്ന ഒരു പരിപാടിയാണ് സഞ്ചാരം. അന്ന് ഏഷ്യാനെറ്റിലായിരുന്നു സഞ്ചാരം. അപ്പൊ അന്ന് തുടങ്ങിയ ഒരു ശീലമായിരുന്നു. ഇത് ഭയങ്കര രസമായിട്ട് തോന്നി. നമ്മൾ ആ യാത്രയിൽ പങ്കെടുക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അന്ന് മുതലേ. അതുകൊണ്ട് അതെ, അപ്പൊ നമ്മൾ അത് പുള്ളിയുടെ കൂട്ടത്തിൽ നമ്മളും ഫോളോ ചെയ്തു തുടങ്ങി. വലുതായ തോറും അതിനോടുള്ള ഇഷ്ടവും തോന്നി. പിന്നെ ആ ശബ്ദം, ഏറ്റവും അതിന്റെ നട്ടലെന്ന് പറഞ്ഞാൽ അതിന്റെ ശബ്ദമായിരുന്നു. അപ്പൊ ആ ശബ്ദം അനുകരിക്കാൻ ശ്രമിച്ചു തുടങ്ങി. അങ്ങനെ ഈ പള്ളിയിലെ ചെറിയ ചെറിയ പ്രോഗ്രാംസിലൊക്കെ ഞാൻ ശബ്ദം കൊടുത്തു. അതുപോലെ അതിനോട് സാമ്യമുള്ള ശബ്ദം കൊടുത്തു തുടങ്ങി. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഇത് മറ്റേ പുള്ളിയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. ചെറുപ്പം എന്ന് പറഞ്ഞാൽ ചെറുപ്പമല്ല, ഈ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആ സമയം. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനെ കുറെ അഭിപ്രായം വന്നപ്പോഴേ എന്തുകൊണ്ട് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്തു. ഏകദേശം ആ ശബ്ദത്തോട് അടുപ്പിച്ചു. അങ്ങനെയാണ് സഞ്ചാരം
പാറ്റേണിൽ തന്നെ ഇറക്കാനുള്ള ഒരു ഇത് വന്നത്. ഇപ്പോഴത്തെ സഞ്ചാരം, അതായത് രണ്ടാമത്തെ സഞ്ചാരത്തെ കുറിച്ച് പറയണമെങ്കിൽ ഒരാളെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായത് അതിനകത്ത് എൻ്റെ സാരഥിയായിട്ട് എന്നെ കൊണ്ടുപോകുന്ന സ്പൾബർ എന്ന കഥാപാത്രം. അതെ അതെ, തലയിൽ മുടിയില്ലാത്ത താടി നീട്ടി വളർത്തിയ സ്പൾബർ അദ്ദേഹമാണ്. അദ്ദേഹം മാതൃഭൂമിയിലെ വിഷ്വൽ എഡിറ്ററാണ്. പുള്ളി അല്ല അപ്പൊ പുള്ളിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ സഞ്ചാരത്തിന്റെ സാരഥി. അതെ, മിസ്റ്റർ സ്പൾബർ എത്തിയിരിക്കുകയാണ്. ദിലീപാണ് പേര്. പക്ഷെ എല്ലാരും ഇപ്പൊ സ്പൾബറിനെ വിളിച്ച് അങ്ങനെ ആയല്ലേ? അതെ അതെ, അത് സന്തോഷ് സാർ തന്നെ അതൊരു പ്രോഗ്രാമിൽ ഒരു എപ്പിസോഡിൽ കൊണ്ടുവന്ന ഡ്രൈവർ കഥാപാത്രമാണ്. ആ പേര് നമ്മൾ കടമെടുത്തേ ഉള്ളൂ. അതെ, പക്ഷെ അത് ഭയങ്കര ഫെമിലിയർ ആയ ഒരു പേരാണ്. അതെ അതെ, ഓഫീസിൽ കയറുമ്പോൾ എല്ലാവരും പഴയ പേരൊക്കെ മാറിയിട്ട് ഈ പേരിലോട്ട് മാറി. സ്പൾബർ കാണുമ്പോൾ സ്പൾബർ എന്നാണ്. ഈ ലുക്ക് പണ്ട് പോലെ എങ്ങനെയാണോ അത് ഇതിനു വേണ്ടി ജന്മന ഒരു എനിക്ക് തോന്നുന്നു 2015 മുതൽ മുടിയൊക്കെ പോയി തുടങ്ങി. അപ്പൊ പിന്നെ തലമുടി വളരാത്തതിന്റെ ദേഷ്യം താടിയിൽ തീർന്നു. താടിയൊക്കെ വളർത്താന്ന് വെച്ചു. ഈയിടയ്ക്ക് ഇവന്റെ ചാനലിൽ കുറച്ച് ഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സൈക്കോ കില്ലർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി വളർത്തിയതാണ്. പിന്നെ അതങ്ങ് തുടർന്നു. സൈക്കോ താടി താടി ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഈ നമ്മുടെ സഞ്ചാരത്തിന്റെ സാരഥിയോടൊപ്പം തന്നെ ഈ നമ്മുടെ അതിന്റെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നതും പുള്ളിയാണ്. പുള്ളിയുടെ ഷോർട്സ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ മാറി മാറിയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫോണിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് 2 മാസത്തോളം എടുത്തു. മൊത്തത്തിൽ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം 2 മാസം എടുത്തു. പിന്നെ അലക്സ് ഹോസ്പിറ്റലായി പോയി കുറച്ച് ദിവസം. അപ്പൊ ആ സമയം കൊണ്ടാണ് ഇത്ര എഴുതിയത്. പിന്നെ അതെ, 2 മാസം എടുത്തെന്ന് വെച്ചാൽ നമ്മൾ മഴയ്ക്ക് വേണ്ടിയൊക്കെ കാത്തിരുന്നു. കാരണം റോഡിന്റെ അവസ്ഥ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് മഴയ്ക്ക് വേണ്ടി കാത്തിരുന്നു. പിന്നെ കുറെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് നമുക്ക് എററായി പോയി. രണ്ടാമത് കുറച്ച് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സിനിമ എടുക്കണമെങ്കിൽ തന്നെ 1 മാസം മതിയാവും. എല്ലാ വിഷ്വലും നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ മഴയുടെ കുറച്ച് ടൈം എടുത്തു. അതായത് ഒരു 100% വിഷ്വൽ ഉണ്ടാകുന്നത്. മഴ വന്നാൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ വെള്ളക്കെട്ടി കിടക്കുവാണെന്നുള്ള ഇത് കാണിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ റോഡ്, ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ റോഡും ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഈ ടാക്സ് കൊടുത്ത് വണ്ടിയൊക്കെ എടുത്ത് ഈ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. കാശ് കൊടുത്ത് വണ്ടി ഇറക്കിയിട്ടൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. അപ്പം എന്തായാലും ഈ എല്ലാ യൂട്യൂബ് ചാനലുകളിലും ഉള്ളത് ഈ ട്രിവാൻഡ്രത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒക്കെ നല്ല വിഷ്വൽസാണ് ഉള്ളത്. അപ്പൊ അതല്ലാത്ത ഒരു സാധനം കാണിക്കാം എന്നൊരു തോട്ടുണ്ടായി. ഇവിടുത്തെ റോഡുകളിൽ ചോറ് വിളമ്പി കഴിക്കാമെന്നാണ് അധികാരികൾ അവകാശപ്പെടുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. ചോറ് എവിടെ വിളമ്പണം, കറികൾ എവിടെയൊക്കെ വിളമ്പണം എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇന്നാട്ടുകാർ. ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഇത് നല്ലതുപോലെ എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇതിന്റെ വെല്ലുവിളിയായിട്ട് വന്നത് ശബ്ദമായിരുന്നു. ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ ശബ്ദം കടമെടുക്കാനേ നമ്മൾ ഇത്രയും സമയം അങ്ങനെ ശബ്ദം എടുക്കാനേ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം പുള്ളിയുടെ ബേസ് വോയിസ് ആണ്, ഓൾറെഡി പുള്ളിയുടെ ബേസ് വോയിസ് ആണ്. അപ്പം നമ്മൾ അതോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെളുപ്പിന് 2:30 മണിക്കായിരുന്നു റെക്കോർഡ് ചെയ്തത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒന്നും അല്ല, നമ്മൾ ഫോണിൽ തന്നെയാണ്. വീട്ടിലൊരു തടിയലമാരെയാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്താണ്, ഫോണിലാണ് എടുത്തത്. അതെ അതെ അതെ. നമ്മൾ അത്രയും വലിയ സാങ്കേതിക വിദ്യകൾ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടന്റിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ റൈസായി പോയത് എന്നാണ് വിശ്വസിക്കുന്നത്. റയാൻ ഫിലിംസിന്റെ യൂട്യൂബ് ചാനലിൽ സഞ്ചാരം കോമഡി എന്ന പ്രോഗ്രാം മാത്രമല്ല, കുറെ വെബ് സീരീസ് കൂടി ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? ഫ്രണ്ട്സ് ആണോ? അണിയറ പ്രവർത്തകർ ആരൊക്കെയാണ്? അതായത് ഞാൻ പറഞ്ഞു, ലോക്ക്ഡൌൺ സമയത്താണ് വെബ് സീരീസിന്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ആ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മളെ അയൽവാസികളും സഹോദരങ്ങളും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ കുറച്ചുപേരെ ഇങ്ങോട്ട് വിളിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ എൻ്റെ മരുമോനെ വിളിക്കാം, സന്ദീപ് സച്ചു. രാവിലെ മുതലേ കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ വെബ് സീരീസിന്റെ ദൃശ്യങ്ങളെല്ലാം മനോഹരമായിട്ട് നമ്മളിൽ എത്തിക്കുന്ന 2 ക്യാമറാമാൻമാരാണ്. ഒന്ന് അശ്വിൻ ഫ്രെഡി, ഒന്ന് സുജിത് കുമാർ, രണ്ടുപേരും. ഹലോ, വെൽക്കം. അപ്പോൾ ഇവര് ഇപ്പോൾ ഈ അണിയറ പ്രവർത്തകരെയൊന്നും ഇവരെല്ലാം അടുക്കളയിൽ വർക്ക് ചെയ്തവരാ. പുറത്തോട്ട് വരാൻ മടിയാണ്, പുറത്തോട്ട് വരാറില്ല. അപ്പം ഇവരെ രണ്ടുപേരുമാണ് നമ്മുടെ ക്യാമറാമാൻമാര്. പിന്നെ ഇതാണ് നമ്മളെ മരുമോൻ. അപ്പം ഞാനും ഇവനുമായിട്ടുള്ള ആ സീക്വൻസുകളാണ് കൂടുതലും വെബ് സീരീസിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സോഷ്യൽ ഇഷ്യൂ ഒക്കെ ആണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ആളാണ്. ഇവിടെ സ്പൈഡർമാനാ, സൂപ്പർ ഹീറോ എന്താണ് ഇൻസ്റ്റഗ്രാം. പിള്ളേർ മാത്രം, അപ്പന്മാര് വരെ ഫാൻസ് ആണ്. ഇപ്പൊ ഒരുപാട് ചാനൽ സീരിയൽസ് ചെയ്യുന്ന എന്നെ
ആരും അങ്ങനെ പെട്ടെന്ന് ഈ എന്താ ഇൻസ്റ്റാഗ്രാമിലും ഇതിലും സോഷ്യൽ മീഡിയയിലും റീൽസ് ചെയ്ത് ഇറക്കുന്നവർക്ക് എന്നാ ഫാൻസ് ഇവനെ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. കിട്ടാറില്ലല്ലേ? ഇല്ല. പിന്നെ എല്ലാവരും ചോദിക്കും ഇങ്ങനെ മാമൻ ആ ഒരു അടുപ്പം, ആ വിളിക്ക് ഒരു അടുപ്പം വരുന്നത് യഥാർത്ഥത്തിൽ മാമൻ തന്നെയാണ് വകയിൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ. പിന്നെ ചേട്ടാന്നേ വിളിക്കുള്ളൂ അവൻ. എടാ കള്ള മാമ, അയ്യോ നീ എന്താണ് ഇവിടെ? എന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ മാമിയെ കൊണ്ട് വാക്സിൻ എടുക്കാനും ആക്കിയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് അക്കന്മാരെ കുളിസീനെ കണ്ടോണ്ട് നിൽക്കുകയാണ് അല്ലേ? കുളിസീനോ? ഒരുമാതിരി പോക്കർത്തനം പറയല്ലേ കേട്ടല്ല. നിങ്ങൾക്ക് പോക്കർത്തനം കാണിക്കാം. ഞാൻ മാമിയെ വിളിക്കട്ടെ. മക്കളെ എന്റെ മാമനാണ്. അതുപോലെ തന്നെ പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ടീം ഇത് അശ്വിന്റെ ക്യാമറയാണ് നമ്മൾ ഇതിനകത്ത് മൊത്തം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സുജിത്തും പ്രൊഫഷണൽ ക്യാമറമാനാണ്. അപ്പോൾ നമ്മുടെ ഈ സമയങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവനും അവൻ്റെ വർക്കും എല്ലാം ബാലൻസ് ചെയ്ത് എത്താറുണ്ട്. അത് തന്നെ നമുക്ക് വളരെ ഒരു അനുഗ്രഹമാണ്. കാരണം വലിയൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ ഇത് തട്ടിമുട്ടി. നമുക്ക് വലിയ വ്യൂവേഴ്സ് ഇല്ല, വലിയ സബ്സ്ക്രൈബേഴ്സ് ഇല്ല എങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ഒരു കാണുന്നവർ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിൽ നിന്നാണ് നമ്മൾ ഈ സഞ്ചാരവും കയറി വന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമുള്ളതാണ്. അതിലുപരി നമ്മൾ രണ്ടുപേരെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു പിന്നെ സ്പൾബറിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഉള്ളതാണ്. ഒന്ന് സ്പൾബർ തന്നെയാണ് ദിലീപ്. പിന്നെ മറ്റൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മാനാണെങ്കിലും നമ്മുടെ എല്ലാം ബിഗ് ബ്രദറാണ്. പുള്ളി ഭയങ്കര മോട്ടിവേഷനാണ് നമുക്ക് തരുന്ന. ആ മോട്ടിവേഷൻ ഭയങ്കര പവർഫുള്ളാണ്. അപ്പം നമ്മുടെ എല്ലാം ബിഗ് ബ്രദറായ ക്ലമന്റ് ചേട്ടൻ, നമ്മളെ ഇറച്ചി മാറ്റി എന്നാണ് പറയാറ്. നമ്മുടെ ഇറച്ചി മാറ്റി. അപ്പൊ ആ ഒരു ക്യാരക്ടറായിട്ടാണ് പുള്ളി വരുന്നത് നമ്മളെ കൂട്ടത്തിൽ. ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ആ രണ്ടുപേരെയും ക്ഷണിക്കുക. അപ്പൊ വെള്ളരിപ്രാവിന്റെ അതെ. അപ്പൊ എന്തായാലും ഈ റയൽ ഫിലിംസിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് എല്ലാരും ഒന്ന് ഷെയർ ചെയ്യട്ടെ. അപ്പൊ ആദ്യം സച്ചു പറയട്ടെ. അലക്സേട്ടൻ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എഡിറ്റിങ്ങും സൗണ്ടും എല്ലാം. നമ്മൾ ജസ്റ്റ് അഭിനയിച്ചിട്ട് അങ്ങ് പോകും. ബാക്കി ഫുൾ വർക്ക് ചെയ്യുന്ന അലക്സ് തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ നമുക്കുള്ള ഏക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ 5 പൈസ നമ്മളെ കയ്യിൽ ചിലവായിട്ടില്ല. സ്വന്തമായിട്ട് നമ്മൾ ചെറിയ ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മളങ്ങ് ചെയ്യുന്ന. അപ്പം നമ്മളുടെ പാഷൻ അവിടെ നടക്കും, അവൻ്റെ പാഷനും അതുപോലെ നടക്കും അലക്സേട്ടൻ. അപ്പം നമുക്ക് അത് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം മറന്ന് നമുക്ക് അതിൻ്റെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഡെവലപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെയാണ്. അതെ, ഈ ചാനലിലെ ഓരോ പ്രോഗ്രാംസ് അതിനുശേഷമാണ് ഈ അതെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തത്. കാരണം നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അപ്പം ചമ്മലും കാര്യങ്ങളൊക്കെ മാറിയത് ഇതിൽ നമ്മൾ വർക്ക് ചെയ്ത് തന്നെയാണ്. പിന്നെ ബാക്കി ക്യാമറ ചെയ്യുന്നത് അശ്വിനാണ്. പക്ഷെ അശ്വിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. നല്ല ക്രിയേറ്റീവായിട്ട് നിശ്ചൽ എന്ന് പറയാം, നല്ല ക്രിയേറ്റീവായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവനെ ഞാൻ വീഡിയോഗ്രാഫർ ആക്കി. അത് നമ്മുടെ ഈ പറഞ്ഞ ഫസ്റ്റ് എന്നെ വിളിക്കുന്ന പുള്ളിക്കാരൻ അശ്വിനെ വീഡിയോ എടുക്കൂടാ. ഞാൻ പറഞ്ഞു ചേട്ടാ വീഡിയോ. അതിന്റെ ഒരു കഥയുണ്ട്. അത് അശ്വിൻ ഈ ക്യാമറ വാങ്ങി എന്നെ വിളിക്കുകയാണ്. അലക്സേട്ടാ ഞാനൊരു പുതിയ ക്യാമറ വാങ്ങി. ആണാ, നീ ഒരു കാര്യം ചെയ്യും കൊണ്ടുപോകാം. നേരെ അവ കൊണ്ടുവന്ന് ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ 2 മാസ്കിന് അയൽ തൂക്കിയിടാം, നീ വീഡിയോ എടുത്തോ. ഞാൻ അപ്പോഴേ പറയണം അലക്സേട്ടാ എനിക്ക് വീഡിയോ വരത്തില്ല, എനിക്ക് അറിയത്തില്ല, നമുക്ക് ഞാൻ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിപ്പിക്കാം, അറിയാന്നുള്ള ആളെ വിളി, ഞാൻ ചെയ്താൽ ശരിയാവില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞേടാ, എന്നിട്ട് എന്നെ അടുത്ത കുഴപ്പമില്ല നീ ചെയ്, ബാക്കി നമുക്ക് പറഞ്ഞെടുത്ത് വെച്ച് നോക്കാം, നീ ധൈര്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ നിന്ന് 2 മാസ്കിന്റെ കഥയൊക്കെ എടുത്തിട്ട് തുടങ്ങി ഫസ്റ്റ് വീഡിയോ. ഇവനെ കൊണ്ട് ഇത് ഷൂട്ട് ചെയ്യിപ്പിച്ചു. പക്ഷെ അപ്പോൾ അവൻ അറിയില്ല എന്താണ് സംഭവം. അത് ന്യൂസിലെല്ലാം വന്ന് വൈറലായി. അതായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് വർക്ക്. അതായിരുന്നു ഫസ്റ്റ് വീഡിയോ വർക്ക് എന്ന് പറയാനായിട്ട്. അത് തന്നെയായിരുന്നു. അതിനകത്തുനിന്ന് അവസാനം ഒഫീഷ്യലി വീഡിയോഗ്രാഫർ ആയി. അങ്ങനെയാണ് അശ്വിന്റെ വരവ്. സുജിത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ തന്നെയാണ്. അവൻ പുറത്തുള്ള വർക്കും സ്റ്റുഡിയോ എല്ലാ വർക്കുകളും ഫാഷൻ ഫോട്ടോഗ്രാഫി ഇതേ സംഭവം എല്ലാം ആണ്. അപ്പോൾ ഭയങ്കര തിരക്കുള്ള ഫോട്ടോഗ്രാഫറാണ്. എങ്കിലും നമ്മുടെ ഇതിൽ അവനെത്തി. പുറത്തുനിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. ചാനൽ തുടങ്ങിയിട്ട് അപ്പം ഓരോ വീഡിയോസിനും ചെയ്യുമ്പോഴും ഞാൻ വർക്കില്ലാത്ത ദിവസങ്ങളിൽ പോയി ചെയ്യുന്നു. വർക്കുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് ഞാൻ പോകുന്നു. പിന്നെ രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അശ്വിന് എന്നെ ചെറിയ പേടിയുണ്ട്. അപ്പം ഞാൻ പറയുന്ന രീതിയിലുള്ള ഫ്രെയിമുകളെല്ലാം അശ്വിൻ അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് പോലെ എനിക്ക് തരും. സുജിത്ത് അങ്ങനെയല്ല. സുജിത്തിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ക്രിയേറ്റ്, കാരണം സുജിത്ത് ഓൾറെഡി വീഡിയോഗ്രാഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവൻ തരുന്നത്. ഇത് സ്റ്റില്ലിൽ നിന്ന് വന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഇതാണ്. പക്ഷേ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുത്തിയ ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് ഓരോ എപ്പിസോഡ് മാറുന്തോറും സുജിത്തിൻ്റെയും അശ്വിൻ്റെയും വളർച്ചകൾ, അതിൽ ഓരോ ചേഞ്ചും ഓരോ ഫ്രെയിമിൻ്റെ വ്യത്യാസങ്ങളും നമുക്കറിയാൻ പറ്റും. പിന്നെ ഇവൻ്റെത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇത് ദിലീപ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് സൈക്കോ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സീരീസ് ഉണ്ടായിരുന്നു. സൈക്കോ സീരീസിൽ സൈക്കോ കില്ലറായിട്ടാണ് വന്നത് ദിലീപ്. സൈക്കോ കില്ലർ ഒരു അലക്സ് വിളിച്ചിട്ട് ആളെ ഒരു ത്രെഡ് ഉണ്ട്, നീ പോരെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചോ എന്തോ നല്ല സംഭവമാണെന്ന് പറഞ്ഞിട്ട് വന്നു. ഇവിടെ എത്തി കഥ കേട്ടപ്പോഴാണ് സൈക്കോ കില്ലറിന്റെ കഥ കേട്ടായിരുന്നില്ല.
പക്ഷേ അതിനുശേഷം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ശേഷമാണ് ഈ ലുക്ക്. അത് അന്ന് 6 വർഷമായി ഇതുവരെ മുടിയൊന്നും വെട്ടിയിട്ടില്ല. അങ്ങനെ അങ്ങനെ അനക്കാതെ വെച്ചു. അതെ ഇങ്ങനെ അപ്പൊ വളരുന്നെങ്കിലും വളരട്ടെ എന്ന് കരുതി ഇങ്ങനെ. അതേ നമ്മൾ ആ സീരീസിൽ ഒരു ഇറച്ചി മാറ്റി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അങ്ങനെ ഒരു കഥാപാത്രം കഥാപാത്രമാണ് നമ്മുടെ ക്ലെമന്റ് ഏട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ ബിഗ് ബ്രദർ. അപ്പം അതിന്റെ ഒരു അനുഭവം ബിഗ് ബ്രദർ ഒന്ന് ഷെയർ ചെയ്യാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു 21 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതായത് അതിനു മുമ്പ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കുറച്ച് കലാപരമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ഈ ദൂരദർശനിലൊക്കെ ചെറിയ ഷോർട്ട് ഫിലിം. അന്നത്തെ കാലത്ത് നിന്ന് ഇന്നത്തെ പോലെ സാധ്യതകളില്ല. നമ്മൾ ദൂരദർശനിലൊക്കെ പോയി ഒരുപാട് തവണ ട്രൈ ചെയ്യുമ്പോൾ ഒരു പേപ്പറൊക്കെ റെഡിയായി കിട്ടി. അതിൻ്റെ പുറകെ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു എപ്പിസോഡ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇടവകയിൽ സജീവമായപ്പോഴാണ് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു മാണിക്കക്കല്ല് പോലെ പണിയൊന്നുമില്ല, ക്യാമറ എടുത്ത് ഞാൻ നോക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമായിട്ട് ഒരു മനുഷ്യൻ ഇവിടെ. എൻ്റെ അനിയൻ്റെ പ്രായമേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും പരിചയപ്പെട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുമായിരുന്നു. പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ പരിചയപ്പെട്ടു, ഭയങ്കര സുഹൃത്തുക്കളായി. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ആവശ്യപ്പെട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് ചേട്ടൻ്റെ സംഭവം ഞാനിങ്ങനെ അടുത്ത എപ്പിസോഡിലാണ്. അപ്പോൾ ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എനിക്കങ്ങനെ ഇപ്പം അലക്സിനെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഞാൻ ചെയ്യും അഭിനയിക്കുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ചുമ്മാ പുള്ളി എന്നെ ഇങ്ങനെ വിളിച്ചു. എന്തോ എനിക്കറിയില്ല, പുള്ളിയുടെ മനസ്സിൽ എന്ത് തോന്നിയെന്നൊന്നും എനിക്കറിയത്തില്ല ആ സമയത്ത്. അങ്ങനെ ഞാൻ ചെന്നു. ആ ഒരു സാധനം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്കൊരു വേഷം ഉണ്ടോ? അപ്പോൾ ഞാൻ ഒരു സെക്കൻഡിലും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഞെട്ടി. അതെ, ആ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഇതിനകത്തുള്ള ഒരു കുട്ടിയായിട്ട് സ്വപ്നത്തിൽ ഡാൻസ് കളിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആ കാസ്റ്റിംഗ് ആയിട്ട് വന്ന കുട്ടി അമിത ജോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടവകയിലെ തന്നെ കുട്ടിയാണ്. അപ്പോൾ അമിതയുടെ ഞാൻ പറഞ്ഞ അമിത ഇങ്ങനെ ഒരു സീനുണ്ട്, ക്ലെമന്റ് ഏട്ടനാണ്, ക്ലെമന്റ് ഏട്ടൻ നിന്നെ സ്വപ്നം കാണുന്നതാണ്, ഈ മറ്റേ കാവതി കാക്കെ കള്ളക്കണ്ണ എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ അതിനൊരു ഡാൻസ് കളിക്കണം, എങ്ങനെയാണ് കുഴപ്പമുണ്ട് അനന്തേട്ടാ വാ നമുക്ക് ചെയ്യാം. അന്ന് അവൾ ആ പറഞ്ഞ ഒരിതാണ്, അത് നമുക്ക് ഇതെടുക്കാൻ പറ്റും. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. ഒരുപാട് പേര് ട്രോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹായ് നിന്റെ കിളി കൊഞ്ചലിനെന്ത് രസം, നിന്റെ കിളി കൊഞ്ചലിനെന്ത് രസം. നമ്മള് ഒരു ഓർമ്മയുണ്ടാടാ, നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ട് ഇവൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത്, അവർക്ക് ഒരു പെൺകുട്ടിയാണ്, ഭയങ്കര ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്ത് ഇവൻ റിക്വസ്റ്റ് ചെയ്ത് നമ്മുടെ ഒന്ന് ലിങ്ക് ഒന്നിട്ട് ഒന്ന് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി ചെയ്തില്ല അല്ലേ? അപ്പോൾ ചെയ്തില്ല. അത് ഇവനെ സംബന്ധിച്ച് ഇവൻ വന്ന് ഇവിടെ പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ്, ഇത് ഷെയറൊക്കെ ഇടും, നമ്മൾ ഇന്ന് റേസ് ആവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വൈകുന്നേരമായിട്ട് ഡേ സച്ചു ലിങ്ക് ഒന്നും കാണാനില്ലല്ലോ. ഇവൻ ഭയങ്കര ഡെസ്പായി പോയി, ഇവനെ ചതിച്ചു, ഇവന് ചെയ്തില്ല. പക്ഷെ അവൻ ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു വെല്ലുവിളി അവൻ ഏറ്റെടുത്ത് ഇന്ന് ആ കുട്ടിയെക്കാട്ടി 3 ഇരട്ടി ഫോളോവേഴ്സ് ഉള്ള ഒരു പൊസിഷനിൽ അവൻ വരികയും ചെയ്ത് നമ്മളെ ചാനലിനെ അവന് ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവന് സാധിക്കാനും പറ്റി. നമ്മൾ എന്ത് ചെയ്താലും 100% ആത്മാർത്ഥതയോടും കഠിന അധ്വാനത്തോടും കൂടി ചെയ്യണം. അപ്പോഴേ നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി താനെ തുറക്കും. അന്ന് നിന്നെ പുച്ഛിച്ചവരും കളിയാക്കിയവരും ഒക്കെ നിന്റെ പുറകെ വരികയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ കൂട്ടത്തിൽ ഒരാളെ കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പം റീജ അലക്സിൻ്റെ വൈഫ്. അപ്പം പുള്ളിക്കാരി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം സ്ഥലത്തില്ല, ഇപ്പം കാനഡയിലാണ്. അപ്പോൾ പുള്ളിക്കാരിയെ നമുക്കൊന്ന് എപ്പോഴും നമ്മൾ വിളിച്ചാൽ കിട്ടുന്നതാണ്, നമ്മളെയൊക്കെ വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഒന്ന് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും. അതിപ്പോൾ അവിടെ സമയം വ്യത്യാസമാണ്, ഉറക്കമായിരിക്കാം. എന്തായാലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വിളിക്കാം, നോക്കാം, അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഹായ് റീജ, നമ്മുടെ ക്ലെമന്റ് ചേട്ടന്റെ യൂട്യൂബ് ചാനൽ C4 ടോക്കീസ് എന്ന് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. ഹായ് റീജ. ഹായ്, ഞാൻ ലക്ഷ്മിയാണ്. സുഖാണല്ലോ? സുഖാണ്. ഓക്കെ, ഇവിടെ പറയായിരുന്നു ഫുൾ സപ്പോർട്ട് റീജയാണ്, പിന്നിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ഭയങ്കരമായ അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ. റിയാൻ ഫിലിംസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു ടീമാണ്. അതാണ് അവരുടെ ഒരു ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. കാരണം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ഒരു മനസ്സോടെ നിൽക്കുന്ന ഒരു ടീമാണ് അവർ. അപ്പം അവർക്കൊരു ടൈം കൺസ്ട്രെയിൻ ഒന്നുമില്ല. അവർ
കാരണം കണ്ടിന്യൂസ്ലി അങ്ങ് വർക്ക് ചെയ്ത് പോകുന്ന, വേറൊന്നിനും അഫക്റ്റഡ് ആവാതെ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. എനിക്ക് തോന്നുന്നു ഈ ടീമിൽ പണിയെടുക്കാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അഹോരാത്രം പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു ടീം വർക്ക് തന്നെയാണ് അവരുടെ ആ സക്സസ് എന്ന് പറയുന്നത്. ഇന്നിപ്പം ഇത്രയും വലിയൊരു ഗ്രോത്തിൽ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണവും അവരുടെ ഡെഡിക്കേഷനും അവരുടെ ഹാർഡ് വർക്കിങ്ങും അവർ കൊടുക്കുന്ന ഫുൾ ഇൻപുട്ടുമാണ്. സോ ഭയങ്കര ഹാപ്പിയാണ്. ആസ് എ പ്രൊഡ്യൂസർ ഓഫ് റയാൻ ഫിലിംസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് അത് ഇനിയും അവരുടെ വളർച്ചയ്ക്ക് പ്രചോദനം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. താങ്ക് യു. ഓക്കെ ഓക്കെ. ആ, അപ്പോൾ തുടർന്ന് ഈ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, ബൈ. ഞങ്ങളെ നേരിട്ടും അല്ലാതെയും സഹായിച്ച ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒന്ന് എൻ്റെ അപ്പനും അമ്മയും, പിന്നെ വൈഫിൻ്റെ പപ്പയും മമ്മിയും, പിന്നെ എൻ്റെ ബ്രദർ അലോഷ്, നിഖിൽ, പിന്നെ എൻ്റെ പെങ്ങന്മാരായ അഞ്ജു, റിങ്കു, പിന്നെ സുജിത്തിൻ്റെ അമ്മ മോളി ആൻറ്റി, പിന്നെ നമ്മുടെ റയാൻ ഫിലിംസിൽ ചെറുതും വലുതുമായി വേഷങ്ങൾ ചെയ്ത ഒരുപാട് സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് പേരെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം, സഞ്ചാരത്തിൻ്റെ യഥാർത്ഥ ആൾക്കാരായ സന്തോഷ് സാറും അനീഷ് പുന്നൻ പീറ്റർ അവർ നമ്മളെ നേരിട്ട് കാണാനുള്ള ഒരു അനുമതി തന്നിരിക്കുകയാണ്. അപ്പം അത് തന്നെയാണ് ഭയങ്കര ഒരു സന്തോഷം. ഉടനെ എന്നെയും കൊണ്ട് അപ്പോൾ ഉടനെ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ റയാൻ ഫിലിംസിന്റെ ഫുൾ ടീമിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ? സഞ്ചാരം കോമഡി ആ ഒരു പ്രോഗ്രാമിന് ഇത്രത്തോളം എത്തിച്ചതിൽ ഫുൾ ക്രെഡിറ്റും ആ ഒരു ടീമിന് തന്നെയാണ്. പിന്നെ സഞ്ചാരം കോമഡി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ റയാൻ ഫിലിംസ് എന്ന യൂട്യൂബ് ചാനലിൽ കയറി കാണണം. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വിശേഷങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ എന്താണ്, എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു ഇൻ്റർവ്യൂവിന് നമ്മളെ ക്ഷണിക്കുകയും നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉണ്ടായി വന്ന ആ ഒരു വഴിയും എല്ലാ കാര്യങ്ങളും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ അടുത്ത് നിന്ന് ചോദിച്ചറിയുകയും ഇത്രയും നേരം നമ്മോടൊപ്പം ഒപ്പം ഉണ്ടായിരുന്ന ലക്ഷ്മിക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ C4 ടോക്കീസിനും നമ്മുടെ ബിഗ് ബ്രദറായ ക്ലമൻ്റ് ഏട്ടനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. കോമഡി സഞ്ചാരം ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും കാണും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് ടു സഞ്ചാരം കോമഡി ടീം ആൻഡ് റയാൻ ഫിലിം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്. ദിസ് ഇസ് ലക്ഷ്മി ദേവൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം C4 ടോക്കീസ്, മറക്കരുതേ. ബൈ.